ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ ഫസീറിച്ചു. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ചെറിയ വ്ളോഗുമായിട്ടാണ്. അതിൽ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കാഴ്ചയുടെ തുടക്കം എന്ന് പറയാൻ പറ്റില്ല, നടുക്കാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ വന്ന് അവിടുന്ന് തുടങ്ങിയതാണ്. ഇതായി കാണുന്ന ഇതാണെന്ന് ഞങ്ങൾ കാണാൻ പോയി. ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. പുരാന ഫാൻറ്റർ റോക്ക് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇന്ന് ഇതിനൊക്കെ ഞങ്ങൾ കാണാൻ പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങളിന്ന് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഞങ്ങളപ്പോൾ ഫാൻറ്റർ റോക്കിലേക്ക് അങ്ങോട്ട് വഴിയിലേക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ചെറിയൊരു ഇതിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. വഴി കുറച്ച് മോശമാണ്, എന്നാലും കുഴപ്പമില്ല, ദൂരം അധികമില്ല, പാറയാണ്. ഫാമിലിയായി മറ്റുമൊക്കെ വരാൻ പറ്റിയ നല്ല സ്ഥലമാണ്. വരുമ്പോൾ ഭക്ഷണം പരമാവധി കൊണ്ടുവരാൻ ശ്രമിക്കുക, കാരണം ഇവിടെ കടയും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നുമില്ല. താഴെ എൻട്രൻസിൻ്റെ അവിടെ ഒരു കടയുണ്ട്. അവിടെ എണ്ണക്കടി, വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. ഹെവി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല, ഹോട്ടൽ അങ്ങനത്തെ ഐറ്റംസ് ഇല്ല. കുറച്ച് അപ്പുറത്തുണ്ട്, ഒരു 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് അമ്പലവയൽ എന്ന ടൗണുണ്ട്. ഇതാണ് ഫാൻറ്റർ റോക്ക്. ഈ വഴി ഇങ്ങോട്ട് പോകണം, പക്ഷേ അവിടെ കുറച്ച് ചെക്കന്മാരൊക്കെ ഉണ്ട്. അതിൻ്റെ മേളിലേക്ക് നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല, പക്ഷേ കയറാൻ പറ്റില്ല, പാറയാണ്. ഇവിടെ ഈ എഡ്ജ് വരെ, താഴെ വരെ, ഇവിടെ വരെ പോവാം. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. വഴി കുറച്ച് ടാസ്ക്കാണ്, പ്രായമായവർക്കും മറ്റൊക്കെ. എന്നാലും വലിയ കുഴപ്പമില്ല, വലിയ കയറ്റം എന്ന് പറയാനുള്ളൊരു ഇല്ല. പക്ഷെ വഴി ക്ലിയർ ആയിട്ടുള്ള സ്റ്റെപ്പല്ല, കാട്ടു വഴിയാണ്. കാരണം ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് എൻ്റെ ഒരു അറിവ്, സത്യം എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതാണ് ഗൈസ് ഫാൻറ്റർ റോക്ക്. ദൂരത്തുനിന്ന് കാണുന്നതായിരിക്കല്ല, അടുത്ത് വരുമ്പോൾ ഭയങ്കര പെരുപ്പാണ്. ആ മലമുഖ കോച്ചേ മനോഹരമായ കാഴ്ചകളല്ല, മലകളാണ്. വയനാട് മലനാടാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങളപ്പം തിരിച്ചിറങ്ങുകയാണ്. കാരണം വഴി കുറച്ച് റെഡി അല്ലാത്തത് കാരണം ഉമ്മ ഒന്നും വന്നല്ലോ, അവിടെ നിർത്തിയിരിക്കുകയാണ് ഉമ്മാനെ. കാരണം വഴി കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അങ്ങോട്ട് വരുന്ന വഴി മണ്ണിൻ്റെ വഴിയാണ്, മഴയൊക്കെ പെയ്ത് ആകെ ചാലായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി തിരിച്ച് പോകേണ്ട വഴിക്ക് വേറെ പല കാഴ്ചകളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിവിടുന്ന് വേഗം തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ വയനാട് എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് കേന്ദ്രമാണ്, കാഴ്ചകൾക്ക് കുറവില്ല. അപ്പോൾ ഞങ്ങളിവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്.
ഒക്കെ മലയും പ്രകൃതിയും, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒക്കെ വയനാടൻ പ്രകൃതി നേരിട്ട് കണ്ട് ആസ്വദിക്കുക എന്നൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഉമ്മാൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കുറഞ്ഞൊരു ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ഞങ്ങളിനി ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത സ്ഥലം എന്ന് പറയുമ്പോൾ ദൂരമൊന്നുമില്ല, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തന്നെയാണ്. അപ്പോൾ ഞങ്ങളപ്പോൾ ഒന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. ഞങ്ങളപ്പോൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട്, നടക്കാനാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. വണ്ടിയാണെന്നുണ്ടെങ്കിൽ മുന്നിൽ കാണുന്ന പാർക്കിംഗ് വരെ വണ്ടി വരും. കാണാൻ എന്തായാലും പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നല്ല റിലീഫ്, നല്ല തണുത്ത കാറ്റും. എവിടെ നോക്കിയാലും നല്ലൊരു ഭംഗിയുള്ളൊരു സ്പോട്ടാണത്. പാൻഡോർ റോക്ക് എന്ന് പറയും. പാൻഡോർ റോക്ക്, അമ്പലവയൽ, ആയിരംകുല്ലി. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ വന്നാൽ ഇത് പാൻഡോർ റോക്കിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴുള്ള സീനുകളാണ് ഇതൊക്കെ. മലയും കാര്യങ്ങളും, ലോങ് വ്യൂ, നല്ല ഫോട്ടോയ്ക്ക് പറ്റിയ നല്ല ഏരിയയാണ്. ഞങ്ങളെ ഫോൺ നോക്കരുത്, ഞങ്ങൾ ലോക്കൽ ഫോണിലാണ് പിടിക്കുന്നത്. വെളിച്ചം ഉണ്ടാവില്ല, ലൈറ്റ് ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. സാധാ നോർമൽ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ക്ലാരിറ്റിൻ്റെ കാര്യം ഈ വീഡിയോ കണ്ട് നിങ്ങൾ വിലയിരുത്തരുത്. നല്ല ക്ലിയറുള്ള സ്ഥലമാണ്. അതായത് ഞങ്ങളുടെ ഫോണിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ്, പഴയൊരു ഫോണാണ്, അതുകൊണ്ടാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങളപ്പോൾ ഇവിടുന്ന് ഇനി താഴേക്ക് പോവുകയാണ്. അപ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഒന്ന് പോട്ടെ. വയറിച്ചു. അപ്പോൾ ഞാനൊന്നും ഇതിൽ പറഞ്ഞിട്ട് തന്നെ ഇല്ല. അങ്ങനെ വാ മുത്താനാ. എന്താ ബസ് രണ്ടാളും കൂടി എന്താ ഇവിടെ പരിപാടി? അല്ലവർക്ക് ഇത് പല്ലുവേദനക്ക് വെക്കുന്നതാണ്. അത് പല്ലിന് പുഴു എടുക്കുന്ന, പല്ലുവേദന വരുമ്പോൾ പുഴു എടുക്കുന്ന സാധനമാണ്. അതും മഞ്ഞളും കൂടി കൂട്ടി അരച്ചിട്ട് അതിൻ്റെ പൊത്തിനും തേക്കുക, പുറത്തും തേക്കുക. എന്നിട്ട് കുറച്ച് നേരം മുഖത്ത് വള്ളിയാണിത് നല്ല പുരട്ടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞത് ഇളം ചൂടുവെള്ളത്തിൽ വള്ളി പോലെ അല്ല, ഒരു ഇതായിട്ട് സ്ട്രോബെറിൻ്റെ ഒക്കെ അത് മതിയില്ലേ? ഇതുപോലെ ഉണ്ടാവുന്നതാണ്. പല്ല് വേനക്കുള്ള സാധനമാണ്. നാടൻ ആയുർവേദിക് സാധനങ്ങൾ. മുത്തല് ഇത് മണിത്തുമ്പ, കല്ലുരുക്കി. മണിത്തുമ്പ ഇതെന്തിനാ ഉപയോഗിക്കുന്ന? കല്ലുരുക്കി. കല്ലുരുക്കാരനെ എന്തിനാ ഉപയോഗിക്കുന്ന? മൂത്രക്കല്ലിനോ? മൂത്രക്കല്ലിന് ഉപയോഗിക്കുന്ന കല്ലുരുക്കി എന്ന് പറയുന്ന ഒരു ഇലയാണ്. ചെടി ഇതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടുത്തമല്ല. നോർമൽ മുറികോട്ടിയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാൽ, ഞങ്ങൾ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തിയും തരണേ. എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഗൈസ് ഇവരൊന്ന് മരുന്ന് പറി തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇത് മൊത്തം മരുന്നാണ് ഈ തോട്ടത്തിൽ പറയുന്നത്. ഇതെന്താ വെച്ച് കണ്ണിൽ മുറിവ് പറ്റിയാൽ കണ്ണിൽ അതിന് നീര് പിഴിഞ്ഞൊഴിച്ച് മുറിവ് തുടങ്ങും. ഇതിന്റെ പേരെന്താണ്? പൂവാങ്കുറന്നല്. ഗൈസ് അറിയാൻ കണ്ട പൂവാങ്കുറന്നല് കണ്ണിന് എന്ത് മുറിവ് വന്നാലും ഉപയോഗിക്കാനുള്ള മരുന്നാണ് പറയുന്നത്.
പിന്നെ തൊട്ടാവാടി തൊട്ടാവാടിക്ക് കണ്ടമാനം ഗുണങ്ങളില്ല മച്ചേ. അല്ല, തൊട്ടാവാടി കഫക്കെട്ട്, ചുമ, ജലദോഷം അതിനൊക്കെ അരച്ച് കുടിച്ചാല് കഫക്കെട്ട് കുറയും. പിന്നെ ബ്ലീഡിങ് ഉണ്ടായാല് അപ്പോൾ നമ്മളെ അതിന്റെ സമൂലം അരച്ച് കുടിച്ചാല് അതിന്റെ ബ്ലീഡിങ് നിൽക്കും. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള സാധനത്തിന് വരുന്നതാ ഒരു മരമില്ല അടുക്കളൻ്റെ അവിടെ ഉള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ബ്ലീഡിങ്. അതല്ല അടുക്കളൻ്റെ അവിടെ ഉള്ള മരം എന്താണ്? ആടലോടകം. അതെന്തിനാ അത് ചുമക്കുള്ളത്. ചുമ കഫക്കെട്ടൊക്കെ ഉണ്ടായാലും അതിനെ കുടിക്കും. മൊത്തം പാറയാണ് ഇവിടെ. ഒരു കുന്ന് പാറയാണിത് മൊത്തം. മുന്നിൽ കാണുന്ന ഒരു പാറയാണ്. ഇതൊക്കെ കഴിച്ച് ഒരടുത്ത് തന്നെയാണ്. പാൻറ് റോക്കിൽ നിന്ന് ഇറങ്ങി വരുന്ന അടുത്തൊരു ഇതിലേക്കാണ്. കോറി കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കാണാനുള്ള നല്ലൊരു സ്ഥലങ്ങളാണ്. നല്ല തണുപ്പുള്ളൊരു ഏരിയ ആണ്. അടുത്ത സ്ഥലത്തേക്ക് എത്തി. ഈ കാണുന്ന കാടിൻ്റെ അപ്പുറത്താണ്